ഹായ് വോസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കളർ എനിക്ക് തോന്നാം 99% ആളുകൾക്കും ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര അലർജി വരാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അതിന് ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്നാണ്. ഫസ്റ്റ് ഹെയർ ഡൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യുക. ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ 2-3 കാസ്റ്റർ ഓയിൽ അവണക്കെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തലയോട്ടിൽ. അതിനുശേഷം നമ്മുടെ ഹെയർ കളർ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുമ്പോൾ ഇതേ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് നോക്കുക എന്നുള്ളതാണ്. നോക്കി അതുപോലെ തന്നെ കൃത്യമായി മിക്സ് ചെയ്ത് അതിൽ പറഞ്ഞേക്കുന്ന ടൈം അനുസരിച്ച് കൃത്യമായി അത് വെക്കുക. ഒരു മിനിറ്റ് പോലും കൂടാനോ കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കൂടാൻ പാടില്ല. കാരണം അതിലുപയോഗിക്കുന്ന കെമിക്കൽസ് എത്ര മൈനസ് അമോണിയ എന്ന് പറഞ്ഞാലും ഹെയർ കെയർ അത് 99% ഡൈ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറവായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെയർ കളർ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ബിഫോർ നമ്മൾ കാസ്റ്റർ ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് അവർ പറയുന്ന ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് അതിനുശേഷം വാഷ് കഴിഞ്ഞ് ഡ്രൈ ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് വെറ്റ് ഹെയറിൽ കുറച്ചും കൂടി നമ്മൾ കാസ്റ്റർ ഓയിൽ എടുക്കുക, ഒരു കോട്ടണിൽ ഡിപ്പാക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്ത് സ്കാൽപ്പിൽ മൊത്തം സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴാണ് കൂടുതൽ ഇച്ചിങ് വരുന്നത്. പിന്നെ ഈ ഡൈ ചെയ്യുന്ന സമയത്ത് ഫേസിൽ ഏതെങ്കിലും നല്ലൊരു ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ മാർക്കറ്റിലൊന്നും പോയി ഓടിപ്പോയൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലിരിക്കുന്ന പുട്ടുപൊടിയാണെങ്കിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഐസ്ക്രീം ആണെങ്കിൽ പോലും നമ്മുടെ ഫേസിൽ നമ്മൾ തിക്കായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പരിധിവരെ ഡൈയിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ നമുക്ക് എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ മുരിങ്ങയില വൈറ്റമിൻ സി ആണ് അല്ലെ. വൈറ്റമിൻ സി സെറംസ് ഉണ്ട്, വൈറ്റമിൻ സി ഓയിൽസ് ഉണ്ട്. വൈറ്റമിൻ സി കേട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വേർഡാണ് വൈറ്റമിൻ സി. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ മുരിങ്ങയില. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൂടുതലും നിങ്ങളിപ്പോൾ കുറേ നോൺ കെമിക്കൽ പ്രോഡക്ട്സുകൾ നമ്മുടെ ഹെയർ കളർ ഉപയോഗിക്കുന്ന അതിലൊക്കെ നമ്മുടെ ഈ ഒരു മുരിങ്ങയില വരുന്നുണ്ട്. അപ്പോൾ ഏത് ഡൈ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഫസ്റ്റ് മുരിങ്ങ ഇല നന്നായിട്ട് പേസ്റ്റാക്കി ഒരു ഡൈ രൂപത്തിലാക്കി വീട്ടിൽ വെക്കുക. ഡൈ ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് ഈ മുരിങ്ങയിലയും കൂടി നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മുരിങ്ങയില ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം, മുരിങ്ങയില ഡൈ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. ബൈ.